സോ ഇന്ന് എന്താ ദിവസം എന്നറിയോ? ഇന്ന് ആക്ച്വലി ദ ഫസ്റ്റ് ഡേ ഓഫ് 2025 ആണ് ഗൈസ്. സോ ആദ്യം തന്നെ എല്ലാവർക്കും എ വെരി ഹാപ്പി ന്യൂ ഇയർ. അതല്ലേ എല്ലാവരും കുറേ പുതിയ ആഗ്രഹങ്ങളും ബക്കറ്റ് ലിസ്റ്റൊക്കെ കുറേയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ആഗ്രഹങ്ങളും എല്ലാം നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ഓർത്തു ഇന്നത്തെ ദിവസം ഒന്ന് വ്ലോഗ് ചെയ്യാണ്. കാരണം എന്തൊക്കെയാണ് ഇന്ന് നടക്കണേന്ന് എനിക്കറിയില്ല, വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കാനായിട്ടൊന്നുമില്ല, ഇന്നലത്തെ 3 ചപ്പാത്തി എനിക്ക് ബാക്കി ഇരിപ്പുണ്ടായി. അപ്പോൾ അതൊന്ന് ചൂടാക്കിയാൽ മതിയായിരുന്നു. ഈ ചൂടാക്കാൻ തന്നെ നല്ല മടിയായി. പിന്നെ ന്യൂ ഇയർ അല്ലേ, റെസൊല്യൂഷനൊക്കെ എടുത്ത സ്ഥിതിക്ക് മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കെന്ന് കരുതി. അപ്പോൾ ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 2 ചപ്പാത്തിയും നെയ്യുമാണ്. നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വെറുതെ വേണമെങ്കിലും നെയ്യ് കഴിക്കും. എനിക്ക് നെയ്യിൻ്റെ സ്മെല്ലും ആ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടം. ചിലവർക്കത് ഇഷ്ടമല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താ റീസൺ എനിക്കറിയില്ല. അപ്പം ഞാനങ്ങനെ ബാൽക്കണിയിൽ പോരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ഈ വർഷത്തെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോർമലി റീൽസാണ് കാണാറ്. ആ ഒരു ശീലം പയ്യെ മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫോണിൽ ഞാൻ കുറേ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പം ദാ ഗൈസ്, ഇതൊരു സർപ്രൈസാണ്. സർപ്രൈസ് എന്ന് ഇപ്പം തന്നെ പറഞ്ഞേക്കാം, എൻ്റെ ഫസ്റ്റ് PR എനിക്ക് കിട്ടി. അപ്പോൾ ഈ വർഷം തന്നെ ഞാനങ്ങ് ഓപ്പൺ ആക്കാമെന്ന് കരുതി. എനിക്ക് 2-3 ദിവസമായി കൈ കിട്ടിയിട്ട്. പക്ഷെ ഞാൻ ഓർത്തു ന്യൂ ഇയറിൻ്റെ അന്ന് ഓപ്പൺ ആക്കാമെന്ന്. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി. ഇതിൻ്റെ വീഡിയോസും ഡിസ്കഷൻസൊക്കെ ഓൺഗോയിങ് ആണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് കൺഫേം ആയിട്ട് പറയാം പ്രോഡക്റ്റ് എന്താണെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ എൻ്റെ ഫസ്റ്റ് PR ഓഫ് മൈ ലൈഫ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. യെസ്, ഐ ഗോട്ട് ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ റീൽസൊക്കെ എടുക്കാം. കാരണം എനിക്ക് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനൊന്നുമില്ല. ഓഫ് കോഴ്സ് ടെക്നോ പാർക്കിലാണ് പോയത്. നമ്മുടെ ക്വസ്റ്റിൻ്റെ അവിടെ ആയിട്ട് ആ കാണുന്നതാണ് എൻ്റെ ക്വസ്റ്റ്, എൻ്റെ ഓഫീസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുൽക്കൂടൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ അപ്പോഴാണ് കാണുന്നത് കേട്ടോ. സാധാരണ ഇപ്പുറത്തായിട്ടാണ് സെറ്റപ്പ് ചെയ്യാറ്. പിന്നെ റീൽസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. കൈസ് കേൾക്കുന്നുണ്ടോ? ലിഫ്റ്റിൻ്റെ സൗണ്ട് ആണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയുടെ കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. ഫുഡൊക്കെ വയ്ക്കാം. ഓക്കെ, എഗെയിൻ ഞാൻ വന്നു. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാണ്. കാരണം എനിക്ക് ഇന്നത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ നല്ലതുപോലെ ഇന്നേ വരെ ചെയ്തതിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അഴീക്കൽ ബീച്ച് കാർണിവലാണ്. ഞാൻ കുറച്ച് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് സംഭവങ്ങളൊക്കെ ചെയ്യാണ്. ഇത് കഴിഞ്ഞു. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇന്നത്തെ വ്ളോഗിന് പ്രത്യേകിച്ച് എന്തോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വ്ളോഗിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി കണ്ട് കാണും. നമ്മുടെ കാർണിവലിന് പോകുന്നൊരു വ്ളോഗാണ്. അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ലുലു വരെ പോയിട്ട് വരാമെന്ന്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. ഞാൻ റെഡിയായി. എനിക്ക് ഓഫീസിലിടുന്ന ഔട്ട്ഫിറ്റാണ് ഇന്നിട്ടേക്കുന്നത്. എന്താ എനിക്കറിയത്തില്ല, എന്താണെന്ന് തോന്നി. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. രാവിലെ 2 ചപ്പാത്തി കഴിച്ചുള്ളൂ. എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് നല്ല കിടിലം ബിരിയാണി കഴിക്കാമെന്ന് കരുതി നേരെ നമ്മൾ ലുലുവിലേക്ക് പോവാണ്. അപ്പോൾ ലുലുവിൽ ക്രിസ്മസ് ടൈമിലൊന്നും എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ ലുലു പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ അവിടെ ഇപ്പോഴും ക്രിസ്മസ് വൈബിൽ തന്നെയാണ് കേട്ടോ ലുലു ഫുള്ളുണ്ടായിരുന്നത്. നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീ ആക്ച്വലി ഇത് കഴിഞ്ഞ വർഷവും സെയിം തന്നെ വെച്ചാൽ കുറച്ച് വ്യത്യാസം വരുത്തായിരുന്നു എന്നെനിക്ക് തോന്നി. കുറേ പേര് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ ഇതിലും നല്ല ഭംഗിയാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ അവർക്കൊരു വെറൈറ്റി പിടിക്കായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് തോന്നി. പിന്നെ ഞാൻ വെസ്റ്റ് സൈഡിൽ പോയി. വെസ്റ്റ് സൈഡിൽ അപ്പോൾ കുറേ ഓഫറൊക്കെ നടക്കുന്നുണ്ടായി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് കോർണറാണ് വെസ്റ്റ് സൈഡിൻ്റെ. നമ്മുടെ ഹോം ഡെക്കോർ ഐറ്റംസ് ആ ഒരു സൈഡൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലായിടവും നല്ല ഓഫറുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊക്കെ കാലിയായിരുന്നു. പക്ഷേ എന്തോ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ ലുലുവിൽ പോയി എന്നുള്ളൊരു തോന്നൽ തോന്നി. എങ്കിലും കുഴപ്പമില്ല. പിന്നെ മിനിസോയിൽ പോയി. മിനിസോയിൽ പോയപ്പോഴും ഞാൻ എപ്പോൾ കാണുന്ന സാധനം ഇന്ന് വാങ്ങാമെന്ന് കരുതിയപ്പം അതും അവിടെ ഇല്ല. പിന്നെ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റ് ന്യൂ ഇയറിൻ്റെ സൺസെറ്റും കണ്ടു, സൺറൈസും കണ്ടു. അപ്പോൾ തിരിച്ച് റൂമിലെത്തിയപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ നാളത്തേക്ക് തുടക്കമാകട്ടെ എന്ന് കരുതിയിട്ട് നാളത്തേക്കുള്ള ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞാൻ ഇന്ന് നൈറ്റ് തന്നെ ഉണ്ടാക്കി വെക്കാം. സോ ദാറ്റ് എനിക്ക് രാവിലെ എണീറ്റ് അത്ര ഹറിബറി ആവേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ രാത്രി തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കുക്ക് ചെയ്യാണ്. എന്തായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ചപ്പാത്തിയും സോയാബീനും ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ സോയാബീൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ചൂടാക്കിയാൽ മതിയല്ലോ. ആക്ച്വലി ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നത് നല്ല സ്വഭാവമല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്കങ്ങനെ ചെയ്യേണ്ടി വരും.
അപ്പോൾ ഞാൻ അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ പിന്നെയും ഇന്നെനിക്ക് തോന്നുന്നു കൂടുതൽ കുക്കിംഗ് ആണെന്ന് തോന്നുന്നല്ലേ ഞാൻ ചെയ്തത്. എന്തായാലും ഞാനതങ്ങനെ കറിക്കുള്ള സവോളയും കാര്യങ്ങളുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതൊന്ന് കറി വയ്ക്കുകയാണ്. നിങ്ങളിൽ എത്ര പേരുണ്ട് ഇതേപോലെ തലേന്ന് കുക്ക് ചെയ്ത് വെക്കുന്നവരുണ്ടെങ്കിൽ ടു കമൻറ്റ് ബിലോ. ഓക്കെ, വെയിറ്റ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇറ്റ്സ് മീ ഭാവന. സോ ഡിയേഴ്സ്, എൻ്റെ ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് പ്രത്യേകിച്ചൊന്നും നടന്നില്ല, അത്രയ്ക്ക് നിങ്ങൾ ഓൾറെഡി കണ്ട അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ എന്താ, ഇനി കിടന്നുറങ്ങണം. സോ സെക്കൻഡ് ഡേ ഓഫ് ന്യൂ ഇയർ അതെങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം വെയിറ്റ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.